ഹലോ. ഹലോ. എന്താ വിളിച്ചിട്ട് എടുക്കാത്ത ദേഷ്യം? വിളിച്ചിട്ട് എടുക്കാത്ത ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ പിന്നെ എടുക്കാഞ്ഞത്. തിരക്കെന്താ, എപ്പോഴും തിരക്കാ? ഇന്ന് മാത്രല്ലല്ലോ, കുറേ ആയില്ലേ വിളിച്ചിട്ട്. അതാണ് കുറച്ച് ഫാമിലി ഫങ്ഷൻ എല്ലാം ഉണ്ടായിരുന്നു, അതാ കുറച്ച് തിരക്കായി പോയത്. ആ, ഇപ്പൊ എന്തിനാ വിളിച്ചേ? അത് പറ. എനിക്കിപ്പം ദേഷ്യത്തിലാ. ഞാൻ ദേഷ്യത്തിലൊന്നല്ല, കാര്യം പറ. നിങ്ങൾ വീട്ടിലേക്ക് വരുവാ? വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? വീട്ടിലേക്ക് എന്തിനാ സാധാരണ വരില്ലേ? വരലെല്ലാം എന്തിനാന്നല്ല എനിക്കറിയാം. ഇപ്പം വന്നിട്ട് എന്തിനാന്ന് പറ. ഇപ്പൊ വന്നിട്ട് എന്തിനാ? ഇപ്പം വന്നിട്ട് അതിന് തന്നെ. എന്തിന്? നീ എപ്പോഴും വരുന്ന എന്തിനാണോ അതിന് തന്നെ. അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊന്നുമില്ല. നിങ്ങള് പറയുന്ന പോലെ ഇതെന്താ ഇത്? ആടെ ക്യാമറയുണ്ട്, നിങ്ങളെ അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്, പിന്നെ എങ്ങനെ ഞാൻ വരണ്ടേ? അതെല്ലാം എനിക്കറിയാം, പക്ഷെ അതെല്ലാം ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്തോ എനിക്കിപ്പോ പെട്ടെന്ന് എന്തോ കാണാൻ തോന്നി, അതാ വിളിച്ചത്. നിങ്ങളില്ലേ ആളെ ആക്കാണ്ടുള്ളത് പറ. വെറുതെ ദേഷ്യം മാറ്റാന്നുള്ളൊരു പേരിൽ വിളിച്ചിട്ട് എന്തെങ്കിലും പറയല്ല. ഞാൻ ശരിക്കും പറഞ്ഞതാ, ദേഷ്യം മാറ്റാൻ വേണ്ടി പറഞ്ഞതോ, അങ്ങനെയല്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും വീട്ടിലേക്ക് വിളിച്ചാ? ശരിക്കും വീട്ടിലേക്ക് വിളിച്ചാ അതാ നിനക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചാൽ ഞാൻ എന്താ എപ്പെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാ? എന്നാ പിന്നെ വാടോ. ഇപ്പൊ വരാനാ? ഇപ്പൊ വരുന്നില്ലേ പിന്നെ എപ്പോ വരുമോ? ഇപ്പൊ എങ്ങനെ വരണ്ടേ? ഇതെങ്ങനെ പെട്ടെന്ന് വിളിച്ചാൽ വരാൻ പറ്റൂ? നിന്റെ കയ്യിൽ സാധനമൊന്നുമില്ലേ? സാധനത്തിന്റെ അല്ലല്ലോ. പിന്നെ ഇന്ന് വരാനും കഴിയില്ല. പിന്നെ ഇപ്പൊ കഴിയും എനിക്ക്. കഴിയാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കറാ. നിങ്ങളിത് പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് ഇന്ന് വരണം എന്ന് പറഞ്ഞാല്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ? 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുമെന്നല്ല, വരണം എന്ന് പറഞ്ഞാൽ വരും. വരണം. 3 ദിവസം കഴിഞ്ഞിട്ടേ എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്ത് സർപ്രൈസ്? അതെല്ലാം ഉണ്ട്. സർപ്രൈസ് ആരെങ്കിലും പറയുമോ? സർപ്രൈസ് പറയാന്ന് ചോദിച്ചാ പറയെല്ലാം ചെയ്യും. എന്നാന്ന് പറ. പറയാം. അത് പിന്നെ ഞാനൊരു ടാറ്റു അടിച്ചാലോ എന്ന് ആലോചിക്കാം. എവിടെ അടിക്കാന്ന്? ആദ്യം കഴുത്തിനടിക്കാന്നാ വിചാരിച്ച, അപ്പൊ ഏട്ടൻ പറഞ്ഞ അവിടെ അടിക്കണ്ട, വീട്ടിലെല്ലാരും കാണൂലേ. പിന്നെ ഞാൻ ചോദിച്ച്, എന്നാ പിന്നെ താഴോട്ട് അടിക്കട്ടെ, ബാക്ക് സൈഡില് നടുവിന്റെ അടുത്ത് അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അടിച്ചോ. അവിടെ അടിച്ചാൽ രസം ഉണ്ടാവും. അല്ല, ഇതല്ലേ നിങ്ങൾ ഉള്ള തന്നെയായി പറയുന്നത്. അപ്പോ അത് പറയുന്നില്ല, അത് സർപ്രൈസ്. അവരുണ്ടെങ്കിൽ സർപ്രൈസ് ഒക്കെ ഇട്ട്. അല്ല, ശരിക്കും ഇതൊക്കെ നടക്കും? ഇത് ഒരു ഒച്ച വരെ പുറത്ത് പോകാൻ പറ്റൂല. ഇതൊക്കെ നടക്കുക? ഇനിയിപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അമ്മേനെ ഏച്ചീൻ്റെ അടുത്താക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് എത്ര മണിക്ക് കയറണ്ടേ? ഏച്ചീൻ്റെ അടുത്താക്കിയാൽ പിന്നെ വൈകുന്നേരം മുതൽ സമയമുണ്ടല്ലോ, അപ്പൊ വന്നോ. വൈകുന്നേരം മുതൽ രാവിലെ വരെയാ? വൈകുന്നേരം മുതൽ രാവിലെ. അത്രയും സമയമെല്ലാം നിങ്ങളെ കൊണ്ട് നടക്കൂ? എന്നോട് തന്നെയാണോ ചോദിക്കുന്നേ? പോയതെല്ലാം മറന്നുപോയാ? അല്ല, ഓർമ്മയുണ്ടപ്പാ. ഞാൻ എന്നാലും ഇന്ത്യയിൽ ചോദിച്ചാന്ന്. നിങ്ങൾ അതൊന്നും നടക്കും, അതിൻ്റെ അപ്പുറം നടത്തി കാണിച്ചു. ഇന്ന് വന്നാൽ മതി. വരാ, എന്നാ വരാ. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്നാ. എന്നാ വരാൻ നോക്ക്. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷം? ഞാൻ തന്നാലും ഉപയോഗിക്കലുണ്ടാ? ഞാൻ തന്ന സാധനങ്ങളിൽ ഉപയോഗിക്കലുണ്ടോന്ന്? അയ്യോ, അത് ഉപയോഗിച്ചൊന്നും ഓർമ്മിപ്പിക്കില്ല മോനെ. എന്താ ഉപയോഗിച്ചിട്ട് എന്താ പ്രശ്നമുണ്ടോ? അത് ഉപയോഗിച്ചിട്ട് 8ന്റെ പണി കിട്ടിയിട്ട് ഞാൻ 4 ദിവസത്തേക്ക് ഒരു മൂലക്ക് ഇരിക്കലേ. എന്ത് പറ്റിയാ അത് ഉപയോഗിച്ചിട്ട്? ഞാൻ എൻ്റെ ഒരു ഇത് എന്താ പറയണ്ടേ, ആക്രാന്തം മൂത്തിട്ട് ഞാൻ ചെയ്തിട്ട് കയ്യുമെല്ലാം ഉപയോഗിച്ച്. അപ്പൊ പിന്നെ അത് മുറിഞ്ഞുപോയി. എന്ത്? അത് പൊട്ടിപ്പോയാ? അത് പൊട്ടിന്നല്ല, എൻ്റെത് പൊട്ടിപ്പോയി. അടിപൊളി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? ഡോക്ടറെ കാണിച്ച് മരുന്നൊന്നും ഇങ്ങനെ തന്നിട്ടില്ല. അങ്ങ് ഉണങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഉപ്പ് തട്ടുന്ന സ്ഥലമല്ലേ എന്ന് പറഞ്ഞു. ഓ, ശ്രദ്ധിക്കണ്ടേ? ഞാൻ നേരത്തെ ആവേശത്തിൽ അങ്ങ് ചെയ്തു പോയത്. എന്നാ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഞാനില്ലേ. അതിനെ എന്നെ വിളിച്ച. ഉം. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അന്നത്തെ പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്, അപ്പോ വരാൻ പറ്റുമോന്ന് ചോദിക്കാൻ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിന്. പിന്നെ വിചാരിച്ച് ഇങ്ങോട്ട് നമ്മൾ ഒഴിവാക്കിയതാണല്ലോ, എന്താന്നറിയില്ല, പിന്നെ ഞാനതാ വിളിക്കാഞ്ഞെ. ആരെ ഒഴിവാക്കി? എനക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ,
ഇതിന്റെ എല്ലാം പ്രശ്നം കൊണ്ട് വേദനയും ഉണ്ടായിരുന്നു നല്ല. അല കൊണ്ട് അങ്ങ് സൈഡായി പോയതാ. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനെന്നാണ് ഇപ്പൊ അതിന് മാത്രോ? അല്ലേ ഞാൻ പിന്നെന്ന് വെച്ചാല് ഇല്ലേ, ഇത് നമ്മക്ക് ഒന്നും കിട്ടാണ്ട് പിന്നെ നമ്മൾ വേറൊരാൾക്ക് എന്തിനാ വെറുതെ നല്ല ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം? നമ്മക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? എനിക്ക് ഗുണത്തിനാണ് ഞാൻ വിളിക്കുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളെ അമ്മേനെ രാവിലെ മറിയിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും നോക്കാം. എന്നിട്ട് അങ്ങോട്ടേക്ക് വരുത്ത് എനക്കെന്തോ ഒരു പേടി പോലെ. ഇങ്ങോട്ട് വാ, നമുക്ക് പുറത്തെവിടെയെങ്കിലും നോക്കാം, പുറത്തെവിടെയെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ നോക്കാം. ആകുമ്പോ ആരും ഒച്ച കേട്ടാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് സ്വാതന്ത്ര്യത്തില് എന്താന്ന് വെച്ചാ ചെയ്യാം. എനക്കെന്തോ ആദ്യം തന്നെ കുത്തിയിട്ട് എനിക്ക് കാണിച്ചു തരണം തോന്നി. അതാ പിന്നെ എന്നെ വിളിച്ച. ഓ, ടാറ്റു അടിച്ചിട്ടാ? ടാറ്റു അടിച്ചിട്ട് പിന്നെ എനിക്ക് കാണണ്ടേ? ടാറ്റു വേഗം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അടിക്കാൻ പോകുന്നേ? അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞ. അതാ സർപ്രൈസ് പറഞ്ഞ. ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോ. ഞാൻ വരുമ്പോ സാധനം എടുക്കാൻ മറന്നോണ്ടാട്ടോ. അത് വരുമ്പോ ഇല്ലെങ്കിൽ പോകുമ്പോ ആയാലും വാങ്ങിയാ മതി. ഇത് പുറത്ത് കിട്ടാത്ത സാധനം ഒന്നുമല്ലല്ലോ. പിന്നെ പിന്നെ ഈ പ്രാവശ്യം വരുമ്പില്ലേ, വരുമ്പോ ആ താഴത്ത് പ്രത്യേകിച്ചൊന്നും അവിടെ ക്ലീൻ ഒന്നും ചെയ്യണ്ട. ആ ക്ലീൻ ചെയ്യാണ്ടിട്ടെ. അതും ഒരു സർപ്രൈസാ. അതിനും സർപ്രൈസാ? അത് ഞാനൊരു എൻ്റെ ഒരു കലാവിരുത് അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം കലാവിരുത് കാണിക്കാൻ പോകുന്നത്? അത് എല്ലേ തന്നെ കലാവിരുത് കാണിച്ചിട്ടില്ലേ അവിടെ ഓരോന്നാക്കി വെച്ചിന്? അത് ആ കലാവിരുതല്ല, ഇത് വേറൊരു കലാവിരുത്. അതെനിക്ക് കാണും മനസ്സിലാവും. അല്ല, ഈ കലാവിരുത് കാണിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതിന് നമ്മൾ കൂടുതൽ ഒന്നിനെ പറ്റിയിട്ട് ഒരു അറിവ് കിട്ടുമ്പോൾ നമ്മളെ സ്വഭാവവും മാറി തുടങ്ങുമല്ലോ. അങ്ങനെ ആയതായിരിക്കും. എങ്ങനെ ആയാലും എൻ്റെ ചേച്ചി ഒരു ലിമിറ്റ് വേണ്ടേ? ഇങ്ങനെയെല്ലാം ഉണ്ടാ? എൻ്റെ ഏട്ടനും ഫുൾ ഇപ്പം മാറിയടാ. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര ഫ്രീഡം തരുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞങ്ങൾക്ക് ഫ്രീഡം അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അതിലൊന്നും കാര്യമില്ല. വരുമ്പം കാണാം. കാണിച്ചാ മതി. കാണണം. വീട്ടിലേക്ക് എന്തിനാ വരുന്നത്? എന്തിനാ സാധാരണ വീട്ടില്? വരലെല്ലാം എന്തിനാന്നല്ല എനിക്കറിയാം. ഇപ്പം വന്നിട്ട് എന്തിനാന്ന് പറ. ഇപ്പൊ വന്നിട്ട് എന്തിനാ? ഇപ്പം വന്നിട്ട് അതിന് തന്നെ. എന്തിന്? നീ എപ്പോഴും വരുന്ന എന്തിനാണോ അതിന് തന്നെ. അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊന്നുമില്ല. നിങ്ങള് പറയുന്ന പോലെ ഇതെന്താ ഇത്? അവിടെ ക്യാമറയുണ്ട്, നിങ്ങളെ അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ വരണ്ടേ? അതെല്ലാം എനിക്കറിയാം. പക്ഷെ അതെല്ലാം ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്തോ എനിക്കിപ്പോ പെട്ടെന്ന് എന്തോ കാണാൻ തോന്നി, അതാ വിളിച്ചത്. നിങ്ങളില്ലേ ആളെ ആക്കാണ്ടുള്ളത് പറ. വെറുതെ ദേഷ്യം മാറ്റാന്നുള്ളൊരു പേരിൽ വിളിച്ചിട്ട് എന്തെങ്കിലും പറയല്ല. ഞാൻ ശരിക്കും പറഞ്ഞതാ, ദേഷ്യം മാറ്റാൻ വേണ്ടി പറഞ്ഞതോ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും വീട്ടിലേക്ക് വിളിച്ചാ? ശരിക്കും വീട്ടിലേക്ക് വിളിച്ചാ. അതാ നിനക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചാല് ഞാൻ എന്താ എപ്പെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാ? എന്നാ പിന്നെ വാടോ. അപ്പൊ ഇപ്പൊ വരാനാ? ഇപ്പൊ വരുന്നില്ലേ പിന്നെ എപ്പോ വരുമോ? ഇപ്പൊ എങ്ങനെയാ വരണ്ടേ? ഇതെങ്ങനെ പെട്ടെന്ന് വിളിച്ചാ വരാൻ പറ്റൂ? നിന്റെ കയ്യിൽ സാധനമൊന്നുമില്ലേ? സാധനത്തിന്റെ അല്ലല്ലോ. പിന്നെ ഇന്ന് വരാനും കഴിയില്ല. പിന്നെ ഇപ്പൊ കഴിയോ എനിക്ക്? കഴിയാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കറാ. നിങ്ങളിത് പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് ഇന്ന് വരണം എന്ന് പറഞ്ഞാല് എന്നാ ഒരു കാര്യം ചെയ്യാം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ?